ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു എന്താ പറയും LIG. ഇന്ന് നമ്മളെവിടെ വെരി എക്സൈറ്റിംഗ് തിങ് ഗോയിങ് ബ്ലാക്ക് പിങ്ക് കോൺസേർട്ട്. അലീനജിയുടെ ഫേവറേറ്റ് ബാൻഡാണോ? അല്ല, പിന്നെ എന്തിനാണ് നമ്മൾ പോകുന്നത്? എനിക്ക് അവരുടെ പാട്ട് ഞങ്ങൾക്ക് ഹോളി ക്രോസ് വെച്ച് മാത്രമേ കേട്ടിട്ടുള്ളൂ. അലീനജി അവർ വെക്കുന്ന അല്ലാതെ ഞാൻ കേട്ടില്ല. പക്ഷെ ഒരു കോൺസേർട്ടിന് ഞാൻ പോയിട്ടില്ല. അതിൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ലൈഫിൽ ആദ്യമായിട്ടാണ്. ഇവിടെ നിന്ന് താഴേക്ക് കുഴിച്ചിറങ്ങാൻ പറ്റും. പറഞ്ഞോളൂ. നല്ല എക്സൈറ്റഡ് ആണ്. എനിക്ക് അവരുടെ പാട്ട് നല്ല ഇഷ്ടമാണ്. അതാണ് പോകുന്നത്. എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ ഇന്ന് കോൺസേർട്ട് കഴിഞ്ഞിട്ട് പറയാം. ആൻമരിയ, ആർ യു എക്സൈറ്റഡ്? പറയൂ, എന്തുകൊണ്ടാണ് നീ ഞങ്ങളോട് കോൺസേർട്ടിന് വരുന്നത്? അല്ല, അവളൊരു K-pop ഫാനാണ് അല്ലേ? അല്ലേ? സൂപ്പർ. ഓക്കെ, രണ്ടു വാക്ക് പറയണം. എന്തിനാ? എന്നാ എന്റെ ഒന്നോടെ റീബാക്ക് എടുക്കണേ. ഞാൻ ഫാനാണോ ഇവരുടെ? ചുമ്മാ ഒരു കോൺസേർട്ട് ആദ്യമായിട്ട് ജീവിതത്തിൽ കാണാൻ ഞങ്ങളുടെ എല്ലാം ഔട്ട്ഫിറ്റ് ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. അതെന്തിനാ കാണിക്കുന്നത്? എനിക്ക് നല്ല ഇഷ്ടം അവരുടെ പാട്ട്. എനിക്ക് നല്ല ഇഷ്ടം അവരുടെ പാട്ട്. അതിനാണ് ഞാൻ പോകുന്നത്. ഭയങ്കര പാട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫേവറേറ്റ് K-pop ഐഡൽസ് അവരല്ല, BTS ആണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് BTSന്റെ കോൺസെപ്റ്റ് ഇവിടെ ഇല്ല. ബട്ട് വി ആർ വെരി അല്ലേ അൻമരിയ? അതെ, ഞാൻ അവരുടെ ഒരു ഹ്യൂജ് ഫാനൊന്നുമില്ല. പക്ഷേ ജസ്റ്റ് ഫോർ ആൻ എക്സ്പീരിയൻസ് ഞാൻ പോകുന്നു. അപ്പൊ നല്ല രസമായിരിക്കും. ഒരു ഓളം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നല്ല നമ്മള് കാശ് കൊടുത്ത് ഓളം ക്രിയേറ്റ് ചെയ്യുമ്പോൾ. നിങ്ങളൊരു കാര്യം, ആദ്യം അലീനജി കോൺസേർട്ടിനെ കുറിച്ച് ആദ്യം പറയുമ്പോൾ ഇവളുമാരും വരാൻ ആരുമില്ലായിരുന്നു, ഞാൻ മാത്രമുള്ളായിരുന്നു. ഒറ്റ മൈൻഡ് ചങ്കായ ഞാൻ വന്നു. അതെ, ഒറ്റ മൈൻഡ്. പിന്നെ അപ്പൊ എല്ലാവർക്കും പരാതി, ഞാൻ ആരെയും വിളിച്ചില്ല. അലീനജി ആദ്യം വിളിച്ചപ്പോ നീ എന്താ ഒറ്റ മൈൻഡുള്ള ഞാൻ മാത്രമേ ഇവളുടെ കൂടെ പോകാനുണ്ടായിരുന്നു. ബട്ട് അവൾ എന്തോ പറഞ്ഞു അവള്. എന്നിട്ട് തീരുമാനിക്കാം. എൽസയോട് ഞാൻ വാദക്ക്, എൽസ പറയുന്ന എൽസ ഞാൻ വിളിച്ചിട്ടില്ല. ബട്ട് ഞാൻ വാദക്ക് ചോദിച്ചു. ഞാൻ പറഞ്ഞു ട്രൂ അല്ലെന്നോ? അല്ല, അത് ട്രൂ അല്ല. ഞാൻ വിളിച്ചു, ഒബിയസ്ലി ഞാൻ വിളിച്ചു. ഇറങ്ങിയപ്പോൾ വെച്ചു ഒത്തിരി മുന്നേ. അപ്പം വാദക്ക് ഒന്ന് എൽസ താഴേക്കും കണ്ട് പോകുമായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു വരുന്നുണ്ടോ, താല്പര്യമില്ല. ഭയങ്കര എക്സൈറ്റ്. പിന്നെ ആക്ച്വലി ഞങ്ങളുടെ പ്രോഗ്രാം തുടങ്ങുന്ന 5:30-ക്കാണ്. പക്ഷെ ഇപ്പൊ 5:15-ആയി. ഞങ്ങൾക്ക് അറിയില്ല ഗൈസ്, ഞങ്ങൾ കൃത്യ സമയത്തിൽ അവിടെ എത്തുമോ. എന്താണ് അലീനജിയുടെ അഭിപ്രായം? അല്ല, ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നതാണ് 5:30-ക്ക്. സ്റ്റിൽ ടൈമുണ്ട്. ഈ വേറെ എന്തെങ്കിലും ആൻമരി എത്രത്തോളം എക്സൈറ്റഡ് ആണ്? എക്സ്പ്രഷൻ കണ്ടിട്ട് എനിക്ക് വലിയ റേറ്റ് ചെയ്യും. ഔട്ട് ഓഫ് 10 മോഡറേറ്റ് ഓർ സിവിയർ? ഞാൻ മൈൽഡാണ്. ഞാൻ സിവിയർ. എക്സാഗ്രേറ്റഡ് വേർഷൻ സിവിയർ. എൽസന്ന് എത്തിച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ മൈൽഡ്. ഞങ്ങൾ 2 മൈൽഡുകളും 2 സിവിയറുകളും ഇവിടെ ഇരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഓക്കെ ഗൈസ്, കോൺസേർട്ടിന്റെ ചില പോർഷനുകൾ നമുക്ക് അലൗഡാണല്ലോ. ഞാനാണ് അവിടുത്തെ ആള്. ഗ്ലിറ്റർ കാണിച്ചു കൊടുക്കും പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്ന ലൈറ്റായിട്ട് ഇട്ടേക്കുന്നേ. എനിക്കും ഇട്ടിട്ടുണ്ട് ഗ്ലിറ്ററൊക്കെ. എത്തി ഒളിമ്പിക് വെയിലെത്തി. അലീനജി
ഓക്കെ You guys. These guys are the very last stop of Europe. You guys ready? This up. The count of 3, 2, 1, jump. എല്ലാറ്റിക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. അൻമരിക്ക് ഇഷ്ടപ്പെട്ടോ? അൻമരിയ ആ ലാസ്റ്റത്തെ 15 മിനിറ്റ്സ് നല്ല. അതിന് മുന്നേ